SNDP യോഗം NSS ഐക്യനീക്കത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. പുതിയ സമുദായ സമവാക്യത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ആരെന്ന ചോദ്യമാണ് പ്രസക്തം. UDFന് ആശങ്കയും ഇടതിന് ആഹ്ലാദവും നൽകുന്നതാണ് പ്രബല സമുദായ സംഘടനകളുടെ ഐക്യശ്രമം. ആഗോള അയ്യപ്പ സംഗമം മുതൽ ഭൂരിപക്ഷ വോട്ടുകളെ തിരികെ എത്തിക്കാൻ സജീവ നീക്കം ആരംഭിച്ചത് ഇടതുമുന്നണി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനങ്ങളോട് പോരടിച്ചു തുടങ്ങിയ വെള്ളാപ്പള്ളി നടേശന്റെ നീക്കങ്ങളാണ് ഒടുവിൽ സമുദായ ഐക്യശ്രമങ്ങളുടെ നിർണായക ഘട്ടത്തിലെത്തിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ സമുദായ സമവാക്യങ്ങൾ മുന്നണികൾക്ക് ആശയും ആശങ്കയും ഒരുപോലെ നൽകുന്നു. ചോർന്ന ഭൂരിപക്ഷ വോട്ടുകൾ തിരികെയെത്താൻ പുതിയ സാഹചര്യങ്ങൾ തുണയാകുമെന്ന പ്രത്യാശയുണ്ട് ഇടതുമുന്നണിക്ക്. VD സതീശനെ സമുദായ നേതാക്കൾ കടന്നാക്രമിച്ചിട്ടും ഉറച്ച പ്രതിരോധത്തിന് ഇറങ്ങിയില്ല പ്രധാന നേതാക്കളെന്നതിൽ കോൺഗ്രസ് ആശങ്ക വ്യക്തം. കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിക്കും NSS SNDP നേതാക്കളുടെ വിമർശനം ആയുധം നൽകുന്നുണ്ട്. പ്രബല സമുദായ സംഘടനകളായ NSSഉം SNDPയും ഒരുപോലെ ലക്ഷ്യമിടുന്നത് VD സതീശനെ. ഇയാളെ എത്ര പൊങ്ങി കാണിക്കേണ്ട കാര്യമെന്ന്. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നുമല്ല, കോൺഗ്രസുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിച്ചെന്നാണ് ഇടതു വിലയിരുത്തൽ. ഭൂരിപക്ഷ സമുദായ വോട്ടർമാരിൽ മറ്റൊരു ട്രെൻഡിന് പുതിയ സാഹചര്യം അവസരമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇടതു കേന്ദ്രങ്ങൾ. മുൻപ് നടന്ന SNDP NSS ഐക്യശ്രമങ്ങൾ പാളിയ ചരിത്രമുണ്ടെങ്കിലും ഇക്കുറി കാര്യങ്ങൾ വ്യത്യസ്തമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ, കൊച്ചി.